ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് റെഡി ആയിട്ട് എന്താ നിൽക്കുന്നതല്ലേ? കുറെ നാളായി പുറത്തേക്കൊക്കെ പോയിട്ട്. കുറെ നാളായി ഇത് അടുത്തല്ല, കുറച്ച് ദൂരം ഉണ്ട്. എന്റെ കസിൻ ചേട്ടായുടെ വീടുണ്ട്. അപ്പൊ കുറെ വിളിക്കുന്നു വാന്ന് പറഞ്ഞിട്ട് നമുക്ക് സമയമില്ലാത്തത് ഇതുവരെ പോയില്ല. അപ്പൊ ഇന്ന് അവിടെ കസിൻസ് എല്ലാരും വന്നിട്ടുണ്ട്. പിന്നെ എന്റെ ചേട്ടായി വന്നിട്ടുണ്ട്, നാട്ടിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം കാണാം. പിന്നെ എന്റെ വേറെ കസിൻ UK ന്ന് വന്നിട്ടുണ്ട്. എല്ലാരും കൂടെ എന്റെ കസിൻ ചേട്ടയുടെ വീട്ടിലുണ്ട്. അപ്പൊ നമുക്കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ തുടങ്ങാണ്. ഇവിടെ അടിപൊളി സൂപ്പർ മഴയാണ്. അപ്പൊ സൗണ്ടിന്റെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇതാണ് മൈക്കൊക്കെ വന്നിട്ടുണ്ട്. എന്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ അൺബോക്സിങ് കാണാത്തവര് പോയി കാണണം കേട്ടോ. പിന്നെന്താ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് എന്താവുമെന്ന് അറിയത്തില്ല. ഞാൻ ട്രാവലിംഗ് ബ്ലോഗ് അല്ലാതെ ഇങ്ങനത്തെ ബ്ലോഗ് എടുത്തിട്ടില്ല. അപ്പൊ അവിടെ ചെന്ന് അവരെല്ലാരും കൂടെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്നും പറയാൻ പറ്റില്ല ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, ഹലോ. അപ്പൊ നമ്മള് വീണ്ടും അല്ല, നമ്മള് കാറിൽ കയറി കുറച്ചിങ്ങെത്തി. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വെട്ടത്തിന്റെ പ്രശ്നമുണ്ട്. മഴയൊക്കെ കുറഞ്ഞു, നല്ല മഴയായിരുന്നു. റോഡിലൊക്കെ നല്ല വെള്ളം കയറിയായിരുന്നു. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വെച്ചിട്ട് മഴ നന്നായിട്ട് കുറഞ്ഞു. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പാതിരാത്രിയാകുന്ന തോന്നുന്നു ഗൈസ്. ഹായ് കൊടുക്കുവാണോ നിങ്ങൾക്ക് ഹായ് കൊടുക്കുവാണോ? എന്റെ അപ്പ എന്താ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്? അല്ലെങ്കിൽ അമ്മേനെ വീഡിയോയിൽ ട്രോളുന്നാണ്. എന്ത് പറ്റി? ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. മറ്റേ അന്നെടുത്ത വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഓക്കെ. അപ്പം ഗൈസ്, മൈക്ക് ഓണായി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ മൈക്ക് ചാർജ് തീർന്ന് ഓഫായി പോയായിരുന്നു. നമ്മുടെ ഗ്യാങ് കസിൻസ് എല്ലാരും കൂടെ പുറത്ത് കറങ്ങാൻ ഇറങ്ങിയായിരുന്നു. അപ്പൊ അവരിൽ അപ്പിച്ചേട്ടനെ നമ്മുടെ കൂടത്തിൽ കൂട്ടാൻ വേണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൂക്കു കാറിൽ എന്തൊക്കെയോ പണിയൊക്കെയാണ്. അതിന്റെ ഇടയ്ക്ക് നല്ല മഴ ആയതുകൊണ്ട് ക്ലാസ് എല്ലാം നല്ല മൂടിയിരിക്കുകയാണ്. അപ്പിച്ചേട്ട ഇതാ ദൂരേന്ന് ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മള് വീഡിയോ എടുക്കാന്ന് കണ്ടതോടെ അപ്പിച്ചേട്ടയെ ചാടി വണ്ടിയിലേക്ക് കയറി. ലൂക്ക് കുറെ ദിവസം കൂടെയാണ് അപ്പിച്ചേട്ടനെ കാണുന്നത്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ലൂക്കു. അപ്പിച്ചേട്ടൻ നാളെ ലീവ് കഴിഞ്ഞ് തിരിച്ച് പോവാണ്, അങ്ങോട്ട് ജിമ്മിന് പോവാണ്. ലൂക്കുവിന് അപ്പിച്ചേട്ടനെ കിട്ടിയതോടെ പിന്നെ നമ്മളെയൊന്നും വേണ്ട. ലൂക്കു അപ്പിച്ചേട്ടനോട് കമ്പനി അടിച്ചോടെ ഇരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വോയിസ് ഓവർ ഒക്കെ ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും റെക്കോർഡായില്ല. അങ്ങനെ ഞങ്ങൾ ലിസ്റ്റിൽ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം ഏകദേശം ലേറ്റ് ആയതുകൊണ്ട് കിടന്നു എന്നാ പറഞ്ഞ്. ലൂക്കുവിനെ കാത്ത് വെയിറ്റ് ചെയ്ത് കുറെ നേരം പിള്ളേർ ഇരുന്നായിരുന്നു. പിള്ളേരെല്ലാം ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ ഞങ്ങളത് മനസ്സിലാക്കി രണ്ടുപേരും അവിടുന്ന് ഓടി വരുന്നുണ്ട്. അവർക്ക് ഏറ്റവും സന്തോഷം ലൂക്കുവിനെ കാണാനാണ്. അവർ കുറെ ദിവസമായി ലൂക്കുവിനെ വാവാന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അവരെ ലൂക്കുവിനെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ വളരെ സന്തോഷത്തിലേക്കാണ്. ലൂക്കും തിരിച്ച് അവരെ കണ്ടതിന്റെ സന്തോഷത്തിൽ എക്സൈറ്റ്മെന്റിലേക്കാണ്. ലൂക്ക് പെട്ടെന്ന് ഞങ്ങളെ മാത്രം കണ്ടിട്ട് പെട്ടെന്ന് അവരെല്ലാം കണ്ട ഭയങ്കര സന്തോഷത്തിലേക്കാണ്. മാമനെ കിട്ടിയതോടെ ലൂക്കിന് പിന്നെ ആരെയും വേണ്ട, ആരുടെയും കൂടെ പോകുന്നില്ല, മാമന്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ രശ്മിയേച്ചി ഇറങ്ങി വന്നു. ഞാൻ വീഡിയോ എടുക്കാന്ന് നടത്തേക്ക് രശ്മിയേച്ചി മാറിപ്പോയി. പിന്നെ എല്ലാരും കൂടെ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ അവിടെ കളി തുടങ്ങി. ലൂക്കുവിന് പറ്റിയ കമ്പനിക്കാരെ കിട്ടിയതോടെ ലൂക്കു ഹാപ്പിയായി. അങ്ങനെ പിന്നെ എല്ലാരും കൂടെ വർത്താനം പറച്ചിലായി. ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇതാ കസിൻ ടീം എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹായ് പറയണോ? മിൻചേട്ടി, നമ്മുടെ
ചേട്ടൻ വീട്ടിലേക്കാണ് ഇതൊന്നും നിങ്ങൾ കേൾക്കരുത്. ഞാൻ വരാത്തതിന് പരാതിയിലാണ്. പരാതികൾ മൈക്കൊക്കെ പഠിച്ചോ? ബ്ലോഗ് എടുത്തപ്പോഴത്തേക്ക് എല്ലാവരും പോവാണ്. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങി. ഡാൻസ് മാസ്റ്റർ വിക്രം UK നെറ്റി ഡാൻസ് സ്റ്റെപ്പുകൾ ഇറക്കുകയാണ്. അപ്പ് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും പിള്ളേർ വളരെ എനർജിയായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ആമി സോഫയിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി കളിക്കുകയാണ്. 3 പേരും TV നോക്കി ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂക്കൂസ് ഇതെല്ലാം കണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ കിളിപ്പോയിരിക്കുകയാണ്. പിന്നെ വിൻസേട്ട എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇറക്കി. ഇതെല്ലാം കളിക്കുന്നുണ്ട്. സ്റ്റെപ്പ് അറിയാതെ ഞാനിങ്ങനെ ഏത് സ്റ്റെപ്പ് ഇടണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവരിടുന്ന സ്റ്റെപ്പൊക്കെ നോക്കി അടിച്ചു മാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കസിൻസും കൂടെ കൂടുമ്പോൾ പ്രത്യേക ഒരു വൈബാണ്. എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ എപ്പോഴൊന്നും പറ്റൂലല്ലോ. അപ്പം പറ്റുന്ന സമയത്ത് ഇതുവരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അടിച്ചു പൊളിച്ച് കൂടാറുണ്ട്. ഇതിൽ കുറെ കസിൻസിന് ഇതെല്ലാം മിസ്സാവുന്നുണ്ടായിരിക്കും. രേഷ്മേച്ചി അവർ അവരുടെ യൂട്യൂബ് ചാനലിലായിട്ട് ഇപ്പൊ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മാവേ പോ എന്നുള്ള സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഓരോ ആത്മാക്കളായിട്ട് പാട്ടിൻ്റെ ഇടയ്ക്ക് കയറി വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും പാട്ട് സ്റ്റെപ്പ് അനുസരിച്ച്. അപ്പൊ നമ്മുടെ കസിൻസ് മിസ് ചെയ്യുന്നവരെല്ലാവരും കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ. പിന്നെ രശ്മിക്കും പിള്ളേരെല്ലാം കൂടെ ഇറങ്ങി ഡാൻസ് തുടങ്ങി. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ സമയം പോകുന്നൊന്നും ഞങ്ങൾ അറിയുന്ന പോലും ഇല്ല. പിള്ളേരാണെങ്കിൽ ഉറങ്ങുന്നേ ഇല്ല. എല്ലാരും ഒരേ സ്റ്റെപ്പൊക്കെ ഇട്ട് വൈബാക്കുകയാണ്. പിള്ളേർക്ക് 3 പിള്ളേർക്കാണേലും ഉറക്കമില്ല. ലൂക്കൂനാണെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാരെയും കണ്ടപ്പോഴത്തേക്ക് ഉറങ്ങണമെന്നില്ല. ലാസ്റ്റ് പിള്ളേരെല്ലാം പിടിച്ച് ബിഗ്സേട്ടായി കിടത്തിയപ്പോഴാണ് ഉറങ്ങുന്നത്. പിന്നെ പാട്ട് മാറി മാറി ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ പാട്ടിനനുസരിച്ച് ഓരോ സ്റ്റെപ്പ് ഇട്ട് വേണം. ലൂക്കൂനെ അപ്പ എടുത്തുകൊണ്ട് ഡാൻസ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കസിൻസ് കൂടുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഇന്നും വളരെ വലുതാണ്. അങ്ങനെ ആമയെ ബോർഡൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ലൂക്കൂന്നൊക്കെ എഴുതി. പിന്നെ എന്നോട് സ്പെല്ലിംഗ് ഒക്കെ ചോദിച്ച് ലേലിനൊക്കെ എഴുതി. ലൂക്കൂന്റെ അപ്പയും അമ്മേനെയൊക്കെ ആമി വരച്ചത് ഞാൻ കാണിക്കാണ്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ ബ്ലോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ എല്ലാവരും ഫുൾ ബൈബിൾ പാർട്ടി പരിപാടിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ബ്ലോഗിലേക്ക് ആരും വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ. അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.